ചരിത്രം എന്നത് കല്ലിൽ കൊത്തിയൊരു ശില പോലെയാണെന്ന് നാം വിശ്വസിക്കുന്നു. നടന്നത് നടന്നു, പിന്നീടത് മാറ്റാൻ കഴിയില്ല. പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാലോ, നമ്മൾ കാണാൻ പാടില്ലാത്ത ഒരാൾ ഒരു പഴയ ഫോട്ടോയിൽ പെട്ടുപോയാലോ? ഇതൊരു ഹോളിവുഡ് സിനിമയുടെ കഥയല്ല. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോയിൽ അവിടെ കൂടിയ നൂറുകണക്കിന് ആളുകൾക്കിടയിൽ ഇയാളെ ഒന്ന് ശ്രദ്ധിക്കൂ. നോക്കൂ, അയാളുടെ വേഷം, സ്റ്റൈൽ, ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് അയാൾ എത്രമാത്രം വ്യത്യസ്തനാണെന്ന് നമുക്കിതിൽ കാണാം. ഇയാൾ ആ കാലഘട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന് തോന്നിപ്പിക്കുന്നില്ലേ? ഇന്റർനെറ്റ് ലോകം ഇയാളെ വിളിക്കുന്നത് ദ ടൈം ട്രാവലിംഗ് ഹിപ്സ്റ്റർ എന്നാണ്. ഭാവിയിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ നിന്നും 1941 പോയ ഒരാൾ. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ ഈ ഫോട്ടോയുടെ സത്യങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. ഇതൊരു ഫോട്ടോഷോപ്പ് ആണോ, അതോ അത്ഭുതമാണോ? ശാസ്ത്രം എന്താണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? നമുക്ക് ആദ്യം ഈ ഫോട്ടോയുടെ ചരിത്രം നോക്കാം. ഇത് എവിടെ നിന്ന് വന്നു? 2004 കാനഡയിലെ ബ്രലോൺ പൈനിയർ മ്യൂസിയം അവരുടെ പഴയ ഫോട്ടോകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ദെയർ പാസ്റ്റ് ലീവ്സ് ഹിയർ എന്നൊരു പേരിൽ ഒരു എക്സിബിഷൻ ഓൺലൈനായിട്ട് തുടങ്ങി. അതിൽ വെറും ഒരു സാധാരണ ഫോട്ടോ മാത്രമായിരുന്നു ഇത്. 1941 സൗത്ത് ഫോർക്ക് ബ്രിഡ്ജ് വീണ്ടും തുറന്നപ്പോൾ എടുത്ത ഒരു ചിത്രം. വർഷങ്ങളോളം ഇതാരും ശ്രദ്ധിച്ചില്ല. എന്നാൽ 2010 ആരോ റെഡിറ്റിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ഇന്റർനെറ്റ് കത്തിപ്പടർന്നു. ആരാണ് ഈ മനുഷ്യൻ? നമുക്ക് ഇയാളിന്ന് സൂം ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇയാളെ വ്യത്യസ്തനാക്കുന്ന ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തത് സൺഗ്ലാസ്. ചുറ്റുമുള്ള ആരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടില്ല. അതും സൈഡ് ഷീറ്റിലുള്ള ഗ്ലാസ് ആണ്. അത് 21-ാം നൂറ്റാണ്ടിലെ ഫാഷനാണ്. രണ്ടാമത്തത് ടീഷർട്ട്. 1941 ആരും ടീഷർട്ട് ഇട്ട് പുറത്തിറങ്ങാറില്ല. അതും വലിയൊരു ലോഗോ പ്രിന്റ് ചെയ്ത ടീഷർട്ട്. അന്ന് ആളുകൾ ധരിച്ചിരുന്നത് ഷർട്ടും കോട്ടുമാണ്. അയാളുടെ കയ്യിലിരിക്കുന്നത് അന്നത്തെ കാലത്തെ വലിയ ബിഗ് ബോക്സ് ക്യാമറകളല്ല, കയ്യിലൊതുങ്ങുന്ന ചെറിയൊരു പോർട്ടബിൾ ക്യാമറയാണ്. ഈ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കിയാൽ ഇയാൾ 1941 ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന് തോന്നുകില്ല. മെട്രിക്സിലെ ഒരു ഗ്ലിച്ച് പോലെ ചരിത്രത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയ ഒരാൾ. ഇയാളുടെ മുഖത്തെ ഭാവം ഒന്ന് നോക്കൂ, എന്തോ രഹസ്യം അറിയാവുന്നത് പോലെയല്ലേ? ചുറ്റുമുള്ളവരും അയാളെ അത്ഭുതത്തോടെ നോക്കുന്നു. അവർക്കും അറിയാം ഇയാൾ അവരിൽപ്പെട്ട ഒരാളല്ലെന്ന്. ഇനി നമുക്ക് തെളിവുകൾ ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തേത് ആ സൺഗ്ലാസ്. ഇന്റർനെറ്റിൽ പലരും വാദിക്കുന്നത് റാപ്പറോൺ സൺഗ്ലാസുകൾ 21-ാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണെന്നാണ്. ശരിയാണ്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകളുമായി ഇതിന് നല്ല സാമ്യമുണ്ട്. പക്ഷേ ചരിത്രം പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരം ഞെട്ടിക്കുന്നതാണ്. 1920 മുതൽ ഇത്തരം ഗ്ലാസുകളുണ്ട്. ഇതിനെ ഗ്ലേഷ്യർ ഗ്ലാസസ് എന്നാണ് വിളിക്കുന്നത്. ഇത് മഞ്ഞുമലകൾ കയറുന്നവർ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യന്റെ വെളിച്ചം കണ്ണിന് കേടാകാതിരിക്കാനാണ് സൈഡുകളിൽ ഷീൽഡുള്ള ഇത്തരം ഗ്ലാസുകൾ അവർ ഉപയോഗിക്കുന്നത്. ഓർക്കുക, ഇതൊരു കനേഡിയൻ ഗ്രാമമാണ്. ഇവിടെ ധാരാളം മഞ്ഞുമലകളുണ്ട്. അപ്പോൾ ഇത്തരം ഗ്ലാസുകൾ അവിടെ സാധാരണമായി കാണപ്പെടാൻ സാധ്യതയുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഇതൊരു ഫാഷൻ ആയിരുന്നില്ല എന്ന് ആര് പറഞ്ഞു? 1944 ഇറങ്ങിയ ഡബിൾ ഇൻഡെമിനിറ്റിയിൽ ബാർബറ സ്റ്റാൻവിക് ഇതുപോലൊരു ഗ്ലാസ് വെക്കുന്നുണ്ട്. അതായത് 1941 ഇത് അസാധ്യമായൊരു കാര്യമായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ആ ഗ്രാമത്തിലെ മറ്റുള്ളവർ വട്ടക്കണ്ണട വെച്ച് നടന്നപ്പോൾ ഇയാൾ മാത്രം ഇത്ര സ്റ്റൈലായി കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കാൻ കാരണം? നമുക്ക് അടുത്ത തെളിവ് പരിശോധിക്കാം. ഏറ്റവും തർക്കവിഷയമായത് അയാളുടെ ടീഷർട്ട്. 1940-കളിൽ അവിടെ പുരുഷന്മാർ പൊതുസ്ഥലത്ത് വരുമ്പോൾ കോട്ടും സ്യൂട്ടും ധരിക്കണമെന്നത് നിർബന്ധമായിരുന്നു. അവർ ടീഷർട്ടിനെ കണ്ടിരുന്നത് അടിവസ്ത്രമായാണ്. അപ്പോൾ ഇയാൾ എങ്ങനെ ഒരു ലോഗോ ഉള്ള ടീഷർട്ട് ധരിച്ചു? പക്ഷേ ആ ലോഗോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, ഇത് പ്രിന്റഡ് ലോഗോ അല്ല. അത് തുന്നിപ്പിടിപ്പിച്ച ഒരു ഇംഗ്ലീഷ് അക്ഷരമാണ് M. വിശദമായ അന്വേഷണത്തിൽ അത് കണ്ടെത്തി. അതൊരു ഹോക്കി ടീമിന്റെ ലോഗോയാണ്, മോൺട്രിയൽ മറൂൺസ്. 1924 മുതൽ 1938 വരെ കാനഡയിൽ പ്രശസ്തമായി നിന്നിരുന്നൊരു ഐസ് ഹോക്കി ടീം. അവർ സ്റ്റാൻലി കപ്പ് വരെ നേടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അയാൾ ധരിച്ചിരിക്കുന്നത് ടീഷർട്ട് അല്ല, ആ ടീമിന്റെ ഒരു സ്വെറ്ററാണ്. അക്കാലഘട്ടങ്ങളിൽ സ്പോർട്സ് വെയർ ഒരു ഫാഷൻ ആയിരുന്നില്ലെങ്കിലും അത് ലഭ്യമല്ലാതിരുന്നില്ല. പക്ഷേ ഇവിടെയും ഒരു ദുരൂഹതയുണ്ട്. ഈ ഫോട്ടോ എടുക്കുന്നത് 1941-ലാണ്. മോൺട്രിയൽ മറൂൺസ് എന്ന ടീം 1938 പിരിച്ചുവിട്ടിരുന്നു. അങ്ങനെ 3 കൊല്ലം മുമ്പ് ഇല്ലാതായ ഒരു ടീമിന്റെ ജേഴ്സി അയാൾ എന്തിനാണ് ഇപ്പോൾ ധരിക്കുന്നത്? അയാൾ ആ ടീമിന്റെ കടുത്ത ആരാധകനായിരുന്നോ, അതോ വിന്റേജ് വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നോ? മൂന്നാമത്തെ തെളിവ് ക്യാമറ. പലരും പറയുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന സാധനം ഒരു ക്യാമറയാണെന്നാണ്. ആ ലെൻസ് ഉന്തി നിൽക്കുന്ന തരത്തിലുള്ള രൂപം. 1940-കളിലെ ക്യാമറ എന്ന് പറയുന്നത് വലിയൊരു പെട്ടി പോലെ ഇരിക്കണ്ടേ? എന്നാൽ ഇവിടെയാണ് നമുക്ക് തെറ്റിയത്. ക്യാമറ ടെക്നോളജി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വളർന്നിരുന്നു. കോഡക് കമ്പനി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ പോക്കറ്റ് ഫോൾഡിംഗ് ക്യാമറാസ് പുറത്തിറക്കിയിരുന്നു. 1932 ഇറങ്ങിയ കോഡക് 35 എന്ന ക്യാമറ മോഡലുകൾക്ക് ഇയാളുടെ കയ്യിലിരിക്കുന്ന ക്യാമറയുമായി നല്ല സാമ്യമുണ്ട്. അപ്പോൾ സാങ്കേതികമായി ഇങ്ങനൊരു ക്യാമറ ആ കാലഘട്ടത്തിൽ സാധ്യമാണ്. ആൾക്കൂട്ടത്തിൽ ആർക്കുമില്ലാത്ത ഒരു ടെക്നോളജി ഇയാൾക്ക് മാത്രം എങ്ങനെ കിട്ടി? ഇയാൾ അന്നത്തെ പണക്കാരനായിരുന്നോ?
അതോ ചരിത്രപ്രധാനമായ നിമിഷം പകർത്താൻ വേണ്ടി ഭാവിയിൽ നിന്നും വന്ന ടൂറിസ്റ്റ് ആണോ? ടൈം ട്രാവൽ സാധ്യമായാൽ ഏറ്റവും സുരക്ഷിതമായ വഴിയെന്ന് പറയുന്നത് ടൂറിസമാണ്. നിങ്ങളെ ആരും തിരിച്ചറിയുകയില്ല, യുദ്ധങ്ങളില്ല, സമാധാനം മാത്രം. എന്തുകൊണ്ടാണ് ഈ ഫോട്ടോ വൈറലായത്? എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇയാൾ ടൈം ട്രാവൽ ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്? ഇതിനെ മനഃശാസ്ത്രത്തിൽ അനക്രോണിസം എന്ന് പറയുന്നു. നമ്മുടെ ബ്രെയിൻ പാറ്റേണുകൾ തിരയുന്നു. ഒരു പഴയ ഫോട്ടോയിൽ നമുക്ക് പരിചിതമായ ക്യാമറ, ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ തലച്ചോർ പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ഇയാൾ നമ്മളിൽപ്പെട്ട ഒരാളാണെന്ന് പറയുന്നു. ചാർലി ചാപ്ലിന്റെ സിനിമയിൽ ഒരു സ്ത്രീ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ അത് അന്നത്തെ ഹിയറിംഗ് എയ്ഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് മൊബൈൽ ഫോണായിട്ടാണ്. അതേപോലെ ഈ ഹിപ്സ്റ്റർ നമ്മളുടെ ഒരു ആഗ്രഹമാണ്. ഭൂതകാലത്തേക്ക് സഞ്ചരിക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹം. ഇയാൾക്ക് സാധിച്ചെങ്കിൽ ഭാവിയിൽ നമുക്ക് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ എന്താണ് സത്യം? ഈ ടൈം ട്രാവലിംഗ് ഹിപ്സ്റ്റർ ആരാണ്? ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ 1941 ലഭ്യമായ വസ്തുക്കൾ തന്നെയാണ് ഇയാളുടെ കൈവശമുള്ളതും ഇയാൾ ധരിച്ചിരിക്കുന്നതും. 1920-കളിലെ സൺഗ്ലാസ്, 1938-ലെ ജേഴ്സി, അതേപോലെ 1940-കളിൽ ഇറങ്ങിയ ക്യാമറ. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ടൈം ട്രാവലർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇയാൾ ഒരു ടൈം ട്രാവലർ ഓഫ് ഫാഷൻ ആണ്. തന്റെ കാലഘട്ടത്തെക്കാൾ ചിന്ത കൊണ്ടും സ്റ്റൈൽ കൊണ്ടും മുമ്പോട്ട് നടന്നവൻ. ചുറ്റുമുള്ളവർ പഴയ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടന്നപ്പോൾ സ്വന്തം വ്യക്തിത്വം സുരക്ഷിതമാക്കിയവൻ. ഒരു പക്ഷേ ഭാവിയിൽ 2025-ലെ ഫോട്ടോകൾ കണ്ടാൽ അതിൽ ചിലരെ നമ്മൾക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: ചരിത്രം എന്നത് വെറും കറുപ്പും വെളുപ്പും മാത്രമല്ല. അതിൽ നിറങ്ങളുണ്ട്, വ്യത്യസ്തതകളുണ്ട്, നമ്മളറിയാത്ത ആയിരക്കണക്കിന് കഥകളുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇയാൾ 1940-കളിലെ ഒരു ഫാഷൻ പ്രേമിയാണോ? അതോ 1941-ലെ പാലം ഉദ്ഘാടനം കാണാൻ വേണ്ടി ഭാവിയിൽ നിന്ന് വന്ന ടൈം ട്രാവലറാണോ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ടൈം ട്രാവൽ പരമ്പരകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ ഇതിലും ദുരൂഹമായ കഥകളാണ് നമ്മൾ നോക്കുന്നത്. അതുവരേക്കും ഇറ്റ്സ് മീ ഐവിൻ ജോസ് സൈനിങ് ഓഫ്.